ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്നൊരു കിടുക്കാച്ചി വെണ്ടക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ വെണ്ടക്ക നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് കളഞ്ഞ് അതിനെ ഒന്ന് 4ആയി കീറി അതിനെ നീളത്തിൽ കീറിയിട്ട് എല്ലാം വെണ്ടക്കയും അതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ പീസും അങ്ങനെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നീട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ എടുത്തൊഴിക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പൊ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക കഷ്ണവും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നമ്മളൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ അതിലേക്ക് നമ്മൾ അല്പം മഞ്ഞപ്പൊടി ഇട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പൊ അങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി ഇതിനെ കോരിയെടുത്ത് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം കോരിയെടുത്ത് മാറ്റുക. അപ്പൊ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതേ കടായി തന്നെ അതിലുള്ള ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ജീരകം ഇട്ടുക. ചെറിയ ജീരകമാണ് ഇടേണ്ടത്. അപ്പൊ ആ ജീരകം ഇട്ട് അല്പം വെളുത്തുള്ളി ഇഷ്ടമുള്ള പീസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. കുനുകുന കട്ട് ചെയ്യാൻ, ചതച്ചിട്ടിടാം, അപ്പം പേസ്റ്റ് ആക്കിയിട്ടിടാം. അപ്പൊ 2 പച്ചമുളകും കൂടി ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റി അങ്ങ് എടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് ഒരു സവോളയാണ് കട്ട് ചെയ്തിടുന്നത്. സവോള അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിൽ ഷേപ്പ് ചെയ്തിടാവുന്നതാണ്. അപ്പൊ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിലേക്ക് അല്പം കറിവേപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു തക്കാളിയാണ്. അപ്പൊ തക്കാളി അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റാൻ വേണ്ടി മാറ്റി വെക്കുക. ആ ഒരു സമയത്തേക്ക് നമ്മൾ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ അതിന്റെ കട്ടയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് ആ പൊടി അതിൽ കലങ്ങുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പൊ അങ്ങനെ മിക്സ് ആക്കിയത് വരുമ്പോഴത്തേക്കും നമ്മളെ തക്കാളിയും ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെണ്ടക്ക ഫ്രൈയും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഒന്നും കൂടി നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച തൈരില്ലേ അത് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഈ തൈര് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കാതെ ഒഴിച്ചു കൊടുത്താൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതൊന്ന് തിളച്ച് വരുന്ന സമയം വരെ അവിടെ വെക്കാതെ പിന്നീട് നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത്, ഇനി മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. അപ്പൊ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തിള വരുമ്പോൾ ഓഫാക്കുക. അപ്പൊ നമ്മളെ കിടുക്കാച്ചി വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കുക, ഫീഡ്ബാക്ക് അറിയുക. ഗുഡ് ബൈ.